ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. നാളെ നടക്കാൻ വേണ്ടി പോകുന്ന +1 കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് മോഡൽ എക്സാമിന് 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും നമ്മളൊരു 40 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. സോ ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 40 മാർക്ക് വരെ സ്വന്തമാക്കാൻ സാധിക്കും. സോ ഓരോ ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചോദ്യമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്. പ്രോഫിറ്റ് ഏർണിങ്ങിന് അപ്പുറത്തേക്ക് കുറേ അധികം ലക്ഷ്യങ്ങളുണ്ട്, അത് നോക്കി വെക്കുക. ഇന്നോവേഷൻ, മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കി വെച്ച ഒരു 3-4 മാർക്ക് എന്തായാലും ചോദിക്കും. ഇതിനടുത്തത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഓർമ്മയുണ്ടല്ലോ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഷോർട്ട് എസ്സേ ആയിട്ടോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിനടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഫഷൻ. പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം വിട്ടുപോകരുത്, കൃത്യമായിട്ട് നോക്കി വെച്ചോ. 3 മാർക്കിനും 4 മാർക്കിനും ഇതും ചോദിക്കാം. ഇതിനടുത്തത് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങൾ, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് കാണുന്ന പബ്ലിക് എക്സാമിലേക്കും സ്ഥിരമായിട്ട് കാണുന്ന 3, 4, 5 മാർക്കിന് വരെ ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെ? ആവശ്യമായുള്ള ഘടകങ്ങൾ, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വരുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ 5 ഫോംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, അതായത് നമുക്കറിയാം 1 മാൻ ഓണർഷിപ്പും 1 മാൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിരിക്കും, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ മെറിറ്റ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനടുത്തത് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെ? നമുക്കറിയാം പബ്ലിക് കമ്പനി തുടങ്ങാൻ എത്ര ആളുകൾ വേണം, പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ എത്ര ആളുകൾ വേണം, ക്യാപിറ്റൽ എങ്ങനെ വേണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര വേണം, അല്ലെ? വാലറ്റത്ത് എങ്ങനെ ആയിരിക്കണം, അല്ലെ? എന്നുള്ള ഡിഫറൻസുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ആ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതിനടുത്തത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം, അല്ലെ? നോമിനൽ പാർട്ട്ണർ, സ്ലീപ്പിംഗ് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഓരോന്നും എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഇതിനടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്താണ്? കർത്ത, കോപാർട്ട്നേഴ്സ്, ഫാമിലി ബിസിനസ്, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, കൺട്രോൾ ആരാണ്, മാനേജ്മെന്റ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കും വരാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. സോ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇതിനടുത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കാൻ സാധ്യത 4 മാർക്കിനും 5 മാർക്കിനും. ഇതിനടുത്ത് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റുകൾ എന്തെല്ലാമാണ്, അല്ലെ? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ട്ണർഷിപ്പിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ്. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റുകൾ നോക്കി വെച്ചേക്കുക. അത് ഏതൊക്കെയാണ് കണ്ടന്റുകളായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക. 4 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് 51% ഓണർഷിപ്പ് ക്യാപിറ്റൽ ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിലാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയാനുള്ളത്. സോ അതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെക്കുക, ചോദിക്കും. ഇതിനടുത്ത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ, വ്യത്യാസം, ഈ 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ആ സ്ഥാപനത്തിന്റെ കീഴിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? അപ്പം ഡിപ്പാർട്ട്മെന്റൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം റെയിൽവേ എക്സാമ്പിൾ ആണ്, സ്റ്റാറ്റ്യൂട്ടറി SBI, അതേപോലെ തന്നെ FCI, KSRTC, ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറിന്റെ കീഴിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇതിനടുത്ത് MNC, മൾട്ടിനാഷണൽ കമ്പനീസ്, അല്ലെ? ഗ്ലോബൽ എന്റർപ്രൈസിന്റെ ഫീച്ചേഴ്സ് സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. സ്റ്റാർ ഇട്ട് വെക്കുന്നു, സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ 3 ചോദ്യമാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി അടുത്ത ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററിൽ 3 ചോദ്യമാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാം. ഇപ്പം 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എല്ലാവർക്കും അറിയാം ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ നോക്കാതെ പോവരുത് ഈ 4ാമത്തെ ചാപ്റ്ററിൽ. ഇതിനടുത്ത ചോദ്യമാണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, അല്ലെ? റിമൂവ് ചെയ്യുന്ന ഒരു സർവീസിന്റെ ഏതാണെന്നാണ് ചോദ്യം. ഇൻഷുറൻസ് ആണ്. ഇത് ഒരു പക്ഷേ 8 മാർക്കിന് വരെ ചോദിക്കാം, 8 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ സാധ്യത. എസ്സേ ആയിട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്, വിട്ടുപോകരുത്. അതിന്റെ കൂടുതൽ ടൈപ്സ് ഓഫ് ഇൻഷുറൻസും കൂടി എന്താക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്.
ഇതിനടുത്ത് ഈ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റ്സ്, ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ ബാങ്കിന്റെ ബെനിഫിറ്റ്സ് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പോവുക, അല്ലെ? ബൈഹാർട്ടാക്കി പഠിക്കണം എന്നല്ല പറയുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്. 24/7 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാങ്കിങ് സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പോയിന്റുകൾ എന്താക്കിയാൽ മതി, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ പോയാൽ മതി കേട്ടോ. ഇതിനടുത്ത ചാപ്റ്റർ എമർജി മോഡ്സ് ഓഫ് ബിസിനസ്, താരതമ്യേന ചെറിയ വെയിറ്റേജുള്ള ചാപ്റ്റർ ആണെന്ന് വരുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നാമതായിട്ട് കൊടുത്തുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്. അടുത്തത് ഒരു ഈ ബിസിനസ്, അതായത് നെയിം എനി 4 റിസോഴ്സസ് റിക്വയർഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് ഈ ബിസിനസ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം റിസോഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്? നമുക്കറിയാം, ആഡിക്വേറ്റ് ആയിട്ടുള്ള ടെക്നോളജി വേണം, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ വേണം, അതേപോലെ തന്നെ ആക്സസറീസ് വേണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വേണം, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം. സോ ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് എന്തുണ്ട് ഈ പറഞ്ഞ ഈ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് ഈ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന പേയ്മെന്റ് മെക്കാനിസം ഏതെങ്കിലും ഒന്നോ സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക, രണ്ടെണ്ണമൊക്കെ പേയ്മെന്റ് മെക്കാനിസം ഏതാണെന്നുള്ളത്. ഇതിനടുത്ത് ഈ ബിസിനസ് ഹാസ് സെവറൽ ബെനിഫിറ്റ്സ്, എക്സ്പ്ലെയിൻ എനി 4. ഈ ബിസിനസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അല്ലേ? നമ്മളൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പം ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. സോ അതിന്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് ഈ ബിസിനസ് മോഡൽ ഫ്രം ദ ഫോളോയിങ്, അല്ലെ? ഈ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന സമയത്ത് ഏതാ ടോപ്പിക് ഏതാ? സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് ആണ്. എന്താണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്? സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം, അല്ലെ? B2C B2B എന്നൊക്കെ പറഞ്ഞ മോഡൽസ് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഇതേപോലെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുക്കും, എന്നിട്ട് എന്തായാലും എന്ത് പറഞ്ഞേക്കാം, അത് ഏത് മോഡലാണ് എന്ന് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാം. സോ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് മോഡൽസിനെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കാം, എക്സാമ്പിൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്താക്കി വെക്കാം, പഠിച്ചു വെച്ചേക്കാം, ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഒന്നാമത്തെ ചോദ്യം, എ ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് റെസ്പോൺസിബിൾ ടു ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനോട് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതുണ്ട്. കൺസ്യൂമേഴ്സിനോട്, അതേപോലെ തന്നെ ഓണേഴ്സിനോട്, ഗവൺമെന്റിനോട്, സപ്ലയേഴ്സിനോട്, എംപ്ലോയീസിനോട്. സോ ഏതൊക്കെ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യത നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിനടുത്തത് ബേസിക് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, അല്ലെ? ബിസിനസ് എത്തിക്സ് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസ് ആണ് നമുക്കറിയാം. സോ ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് എന്താണ് നോട്ട് ചെയ്ത് വെക്കുക, 3 മാർക്കിന് ചോദ്യമായിട്ട് വരും. ഓക്കെ. ഇതിനടുത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക്, അല്ലെ, ആർഗ്യുമെന്റ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു, അല്ലെ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ ചോദ്യം ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ഇൻ ഫേവർ ആയിട്ടോ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടോ ആയിരിക്കും എഴുതാൻ വേണ്ടി പറയാം. സോ ഇത് മിസ് ചെയ്യരുത്, എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇതിനടുത്തത് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോർമേഷൻ, പബ്ലിക് കമ്പനി ആയാലും പ്രൈവറ്റ് കമ്പനിയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒന്നാമത്തെ ചോദ്യം, പബ്ലിക് കമ്പനി ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്, ഗിവ് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദീസ്. 4 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റേജസിലൂടെ കടന്നു പോവേണ്ടത്? സോ അതിന് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി പറയാം. നമുക്കറിയാം 4 സ്റ്റേജസ് ആണുള്ളത്. ആ 4 സ്റ്റേജസ് ഏതൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടുള്ളൂ. പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഇതിനടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. സ്റ്റാർ ഇട്ട് വെച്ചോ, എന്തായാലും ചോദിക്കും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒരു കമ്പനി ഫോർമേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളാണ്. സോ ഇവർ നമ്മുടെ ഡിഫറൻസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത് മെമ്മോറാണ്ടത്തിന്റെ ക്ലോസസ് ഏതൊക്കെയാണെന്നല്ലേ, നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞ ക്ലോസസ് ഉണ്ട് മെമ്മോറാണ്ടത്തിന്റെ. അത് നോക്കി വെച്ചൊക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യത 4 മാർക്ക്, 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം നോട്ട് ചെയ്ത് വെക്കുക. ഒരു 3-4 പോയിന്റ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 3 അല്ലെങ്കിൽ 4 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് റീറ്റേൺഡ് ഏർണിംഗ്സ്. റീറ്റേൺഡ് ഏർണിംഗ്സിനെ മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന ടേമിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. റീറ്റേൺഡ് ഏർണിംഗ്സ്, പ്രോഫിറ്റ് നമ്മൾ വീണ്ടും മാറ്റിവെക്കുന്ന, റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട്, റിട്ടേൺ ഏർണിംഗ്സ് നോട്ട് ചെയ്ത് വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്ത് ലീസ് ഫിനാൻസിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇറ്റ് സവേഴ്സ് സം ലിമിറ്റേഷൻസ്, ലിസ്റ്റ് ഔട്ട് എനി 3 സച്ച് ലിമിറ്റേഷൻ. അപ്പോൾ ലീസ് ഫിനാൻസിംഗിന്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചുള്ളത്. ഇതേപോലത്തെ ഒരു ചോദ്യം ക്രിസ്മസ് എക്സാമിന് കണ്ടു, ലീസ് ഫിനാൻസിംഗിന്റെ ചോദ്യം കണ്ടു. സോ അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്തത് ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഇവിടെ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ് ചോദ്യം വന്നത് കേട്ടോ. ഇതിനടുത്ത് പ്രിഫറൻസ് ഷെയറും അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കുക. പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ വരുന്നതാണ് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും. സോ പ്രിഫറൻസ് ഷെയറിനെ അപേക്ഷിച്ച് ഇക്വിറ്റി ഷെയറിനെ അപേക്ഷിച്ച് പ്രിഫറൻസ് ഷെയറിന് 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, ഏതൊക്കെയാണ് നോക്കി വെക്കുക. അതിനപേക്ഷിച്ച് അവർ തമ്മിലുള്ള ഡിഫറൻസും നോക്കി വെക്കാം. ഇതിനടുത്ത് ഫാക്ടറിംഗ് എന്താണെന്ന് നോക്കി വെക്കുക. ഫാക്ടറിംഗ് സർവീസുകൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. സോ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനുമാണ് ചോദിക്കാറുള്ളത്. സോ ഫാക്ടറിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ ഉറപ്പായിരിക്കും ഈ ചോദ്യം.
ഇനി അടുത്തത് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന നമ്മുടെ അടുത്ത ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ചോദിക്കാനുള്ളത് സ്മോൾ ബിസിനസ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അതായത് ചെറുകിട വ്യവസായങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഇതാണ് സ്ഥിരമായിട്ട് കാണുന്ന 3-4 മാർക്കിന്റെ ചോദ്യം ഈ ഒരു ചാപ്റ്ററിന്. ഇനി അടുത്തത് ലിസ്റ്റ് ഔട്ട് ഇൻ 3 ഫീച്ചേഴ്സ് ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. കുടിൽ വ്യവസായങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ പോയിന്റ് വൈസ് മാത്രം പഠിച്ചാൽ മതി. 2 മാർക്കിന് ചോദ്യമായിട്ട് വരാറുണ്ട്. കുടിൽ വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഇതിനകത്ത് ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഓൺടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊരു 3-2 മാർക്കിന് ചോദിക്കാറുണ്ടോ. എന്താണ് ഓൺടർപ്രണർഷിപ്പ്, ഓൺടർപ്രണർഷിപ്പിന്റെ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അല്ലെ, സംരംഭകന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഇനി അടുത്തത് നെയിം ദ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഇൻ വിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് ₹25 lakh. നമ്മൾ ഇതേപോലെ മൈക്രോ, മീഡിയം, സ്മോൾ എന്റർപ്രൈസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഓർമ്മയുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, സർവീസ്, മാനുഫാക്ചറിംഗ് ഡിവൈഡ് ചെയ്തുകൊണ്ട്. സോ ആ ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഇനി അടുത്ത ഇന്റേണൽ ട്രേഡ് എന്ന വലിയ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 3 മാർക്കും 4 മാർക്കുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സർവീസസ് റെൻഡഡ് ബൈ ഹോൾസെയിലർ ടു മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലർ മാനുഫാക്ചേഴ്സിന് എന്തെല്ലാം സർവീസുകൾ, സേവനങ്ങളാണ് നൽകുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്താണ് നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്നത്. ഇനി അടുത്തത് ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്തുണ്ടായിരിക്കില്ല, ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കില്ല, അല്ലെ. ഇവർ ചിലപ്പം ഇന്നൊരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു ദിവസം വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലെ ഇറ്റിനേറിയൻ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ. ദേ ഹാവ് നോ ഫിക്സഡ് പ്ലേസ്, സ്ഥിരമായിട്ടൊരു സ്ഥലം ഉണ്ടായിരിക്കും. ഇതിനടുത്ത് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് എ ഫീച്ചർ ഓഫ് വിച്ച് റീറ്റെയിൽ ഷോപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഏതാണ്, സൂപ്പർ മാർക്കറ്റാണ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു എവറിത്തിങ് അണ്ടർ വൺ റൂഫ്, നീഡിൽ ടു എൻ എറോപ്ലെയിൻ. ഇതൊക്കെ ഏതിലാണ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനടുത്ത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും മൾട്ടിപ്പിൾ ഷോപ്പും അല്ലെങ്കിൽ ചെയിൻ സ്റ്റോറും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറും ചെയിൻ ഷോപ്പുകളും തമ്മിലുള്ള, ചെയിൻ സ്റ്റോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചോദിക്കുന്നുണ്ട്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. 4 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. ഇതിനടുത്ത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ നിങ്ങൾ വായിച്ചു പോയാൽ മതി, ബൈഹാർട്ട് ആക്കണ്ട. ഇൻ കേസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ GSTയുമായി ബന്ധപ്പെട്ട ഓൾറെഡി അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ GSTയുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തിനാണ് കൊണ്ടുവന്നത്, ഇൻഡയറക്ട് ടാക്സിന് മൊത്തത്തിൽ ഒറ്റ അണ്ടറിൽ കൊണ്ടുവരുന്നതാണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഫീച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചു വെക്കുക. 4 മാർക്കിന് ചോദ്യമായിട്ട് വരാം. ഇനി അതല്ല, മറ്റൊരു ചോദ്യമാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഏത് കോൺസെപ്റ്റിന് അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡ്സ് ഓഫ് എൻട്രി, ജോയിന്റ് വെഞ്ചർ, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേക്കുക. ഏതെങ്കിലും അതിന്റെ 3 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്, അല്ലെ, ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇതിനടുത്തത് ബെനിഫിറ്റ് ഓഫ് ഡൂയിങ് ഇന്റർനാഷണൽ ബിസിനസ് ടു കൺട്രീസ്. ഓരോ രാജ്യത്തിനും ഇന്റർനാഷണൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്, അല്ലെ, ഗുണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ബെനിഫിറ്റ് ആണ്. ഇപ്പൊ രാജ്യത്തിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ഫേമിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ടോപ്പിക് നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ ചോദിച്ചുള്ളത് രാജ്യത്തിന് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക. ഇതിനടുത്തത് എക്സ്പോർട്ട് പ്രൊസീജിയറിന് നമുക്കറിയാം, എക്സ്പോർട്ട് പ്രൊസീജിയറും ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ അധികം സ്റ്റെപ്സുകൾ കടന്നു പോകുന്നത്, അതിൽ ഏതെങ്കിലും ഒരു 3 പ്രൊസീജിയർ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ടോപ്പിക് നമുക്കറിയാം, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10-13 എണ്ണം അതുമുണ്ട്. സോ അതിൽ ഏതെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകരുത്, നോക്കി വെച്ച് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സുകളാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ നോക്കി വെക്കുക. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ലൈസൻസിങ് എന്താണെന്ന് ചെയ്യണം, അതിനുശേഷം ഫ്രാഞ്ചൈസിങ് എന്താണെന്ന് ചെയ്യണം. അപ്പം അതിനുശേഷമാണ് നിങ്ങൾ ഒരു ബോക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള വ്യത്യാസം എഴുതേണ്ടത്. ലൈസൻസിങ് ഒരു പോയിന്റ് നമുക്കിട്ട് ലൈസൻസർ, ലൈസൻസി, ഫ്രാഞ്ചൈസി വ്യത്യാസം എഴുതാൻ വേണ്ടി പറ്റും. ഫ്രാഞ്ചൈസി ഇഷ്യൂ ചെയ്യുന്ന ആൾ ഫ്രാഞ്ചൈസർ, ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ ഫ്രാഞ്ചൈസി. അപ്പം ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം നിങ്ങൾ
നോക്കിയിട്ടുമായിരിക്കണം നിങ്ങൾ നാളെ എക്സാമിനേഷന് പോവേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറൊരു വീഡിയോ ഡോണമിക്സിന്റെ വരുന്നുണ്ട്. സോ അത് റെഫർ ചെയ്യുക. ഈ വീഡിയോസും ഷോർട്സും എല്ലാം റെഫർ ചെയ്തുകൊണ്ട് നമ്മളെ മാരത്തോൺ ലൈവും കണ്ടുകൊണ്ടായിരിക്കണം നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾ പോവേണ്ടത്. എന്നാൽ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്.